ഹലോ എവ്രി വൺ, എല്ലാവർക്കും ക്യൂബിറ്റ് അക്കാഡമിയുടെ SSC ആൻഡ് RRB യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ GDയുടെ ഫ്രീ ക്രാഷ് കോഴ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് QA സെഷനാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെൻസ്ട്രേഷൻ എന്ന ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻസ് ആണ് കാര്യമായിട്ട് വരുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി, നിങ്ങൾ 10th പഠിച്ചതാണ്, അപ്പോൾ ആ സമയത്തൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമുക്കത് ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഫിഗേഴ്സ് വരുന്നത്. ക്യൂബോയിഡ് വരുന്നുണ്ട് അല്ലേ, 3D എന്ന് പറയുമ്പോൾ ക്യൂബോയിഡ് വരുന്നുണ്ട്, അതുപോലെ ക്യൂബ് വരുന്നുണ്ട്, റൈറ്റ് സർക്കുലർ സിലിണ്ടർ വരുന്നുണ്ട്, അതുപോലെ റൈറ്റ് സർക്കുലർ കോൺ ഉണ്ട്, സ്ഫിയറും ഹെമിസ്ഫിയറും കൂടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫിഗേഴ്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഒന്ന്, കേർവ്ഡ് സർഫസ് ഏരിയ നോക്കണം, ടോട്ടൽ സർഫസ് ഏരിയ, അതുപോലെ വോളിയം. ഇത്രയും കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് SSC GDയിൽ ചോദിച്ചിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് 1 by 1 ഓരോന്നും കാണാം. ക്യൂബോയിഡിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ, അതിൻ്റെ ഇക്വേഷൻ എന്നാണ് 2h × L + B. എന്താണ് ഈ h, എന്താണ് ഈ L, എന്താണ് ഈ B? എന്താണ് h എന്ന് പറയുന്നത് ഹൈറ്റ്. എന്താണ് ഹൈറ്റ് ആണ്. എന്താണ് ഈ ഒരു ഫിഗർ കണ്ടോ നിങ്ങൾ, ഫിഗറിൻ്റെ ഹൈറ്റിനെയാണ് h കൊണ്ട് സൂചിപ്പിക്കുന്നത്. L കൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? ലെങ്ത് അല്ലേ, ലെങ്ത് ഓഫ് ദ ക്യൂബോയിഡ്. അതാണ് ഈ L കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ബ്രെഡ്ത്ത്, വിഡ്ത്ത് അല്ലേ, ഈ ഒരു ലെങ്ത് അല്ലേ, ആ ഒരു ചെറിയ ലെങ്ത് ബേസിലുള്ള അതാണ് എന്ത് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. അതുപോലെ ടോട്ടൽ സർഫസ് ഏരിയ എന്താ വരുന്നത്? 2 × LB + BH + LH. വോളിയം എന്താണ്? വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? LBH അല്ലേ, ലെങ്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് ക്യൂബിൻ്റെത് കാണാം. ക്യൂബ് ഷേപ്പ് എങ്ങനെയാണ്? ഇതല്ലേ, എന്താണ് ക്യൂബ് എന്ന് പറയുന്നത്? എല്ലാ സൈഡ്സും സെയിം ലെങ്ത് ആയിരിക്കും അല്ലേ, എല്ലാ എഡ്ജസും സെയിം ലെങ്ത് ആയിരിക്കും ക്യൂബിൻ്റെ പ്രത്യേകത. ഓക്കെ, അതിൽ കേർവ്ഡ് സർഫസ് ഏരിയ എന്താണ്? 4 × A². എന്താണ് ഈ A? സൈഡ്, ക്യൂബിൻ്റെ സൈഡിനെയാണ് A കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ടോട്ടൽ സർഫസ് ഏരിയ 6A². 6 × A² എന്ന് പറയുമ്പോൾ എന്താണ്? എന്തുകൊണ്ടാണ് ഇവിടെ 4A² വരുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ? എന്താണ് കേർവ്ഡ് സർഫസ് ഏരിയ ചുറ്റി ഉള്ള മാത്രം മതി നമുക്ക് അല്ലേ. അപ്പോൾ എന്ത് വരും? 4 സൈഡ് ഉണ്ട്, 4 ഫേസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കേർവ്ഡ് സർഫസ് ഏരിയ 4 × A². A² എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയ എന്താണ്? A × A അല്ലേ. അങ്ങനെ 4 സൈഡ് ഉണ്ട്, അതുകൊണ്ടാണ് കേർവ്ഡ് സർഫസ് ഏരിയ 4 × A². ഇനി ടോട്ടൽ സർഫസ് ഏരിയ 6 × A². എന്താണ് ടോട്ടൽ? കംപ്ലീറ്റ് കേർവ്ഡ് മാത്രം പോരാ, നമുക്ക് മുകളിലും താഴെയും കൂടെ വേണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 6 × A². ഏരിയയുടെ സെയിം കൺസെപ്റ്റാണ്. ബാക്കി എന്താണ്? 6 × 6 ഫേസസ് ഉണ്ട്, അതുകൊണ്ട് 6A². ഓക്കെ, ഇനി വോളിയം എന്താണ്? A³ സൈഡ് ലെങ്ത്തിൻ്റെ ക്യൂബ് എടുത്താൽ നമുക്ക് എന്ത് വരും? ക്യൂബിൻ്റെ വോളിയം ആവും. ഓക്കെ, ഫൈൻ. ഇനി റൈറ്റ് സർക്കുലർ സിലിണ്ടർ അല്ലേ, എന്താണ് നമ്മുടെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നത്? ഈ ഒരു രീതിയിൽ അല്ലേ. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മുടെ സർക്കുലർ സിലിണ്ടർ വരുന്നത്. അതിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു ചുറ്റുമുള്ള ആ ഒരു പോർഷൻ, അതായത് മുകളിലും താഴെ ഒഴികെ ചുറ്റും കവർ ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ, അതാണ് അതിൻ്റെ ഏരിയയാണ് 2πRh. 2πRh അല്ലേ. ഈ പൈ എന്താണ് വാല്യൂസ് വരുന്നത്? പൈ എന്താണ്? 22/7 ആയിട്ടും എടുക്കാം, നമുക്ക് 3.14 ആയിട്ടും എടുക്കാം അല്ലേ. നമ്മൾ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസിൽ 22/7 ആയിരിക്കും വെച്ചിട്ടായിരിക്കും സമ്മ ചെയ്യുന്നുണ്ടാവുക. 3.14 എടുക്കേണ്ട സ്ഥലത്ത് അവർ പ്രത്യേകിച്ച് അത് മെൻഷൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഫൈൻ. ഇനി ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കേർവ്ഡ് സർഫസ് ഏരിയ ചുറ്റുമുള്ള, അതായത് കേർവ്ഡ് ആയിട്ടുള്ള സർഫസ് ഏരിയ പ്ലസ് അതിൻ്റെ മേലെയും താഴെയും അല്ലേ, എല്ലാം കൂടെ ചേർന്നാണ് ടോട്ടൽ സർഫസ് ഏരിയ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വേണം? മേലത്തെ ഏരിയയും മേലത്തെയും താഴത്തെയും കൂടെ ഈ ഒരു 2πRhൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് വരും? 2πr × R + H എന്ന് വരും. ഓക്കെ, ഇതാണ് എന്ത് വരിക? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് റൈറ്റ് സർക്കുലർ സിലിണ്ടർ. ഓക്കെ, ഇനി വോളിയം എന്താണ്? വോളിയത്തിൻ്റെ ഇക്വേഷനാണ് πr²h. ഓക്കെ ആണോ? ഫൈൻ. അടുത്ത ഫിഗറിലേക്ക് പോയാലോ? ഫൈൻ.
റൈറ്റ് സർക്കുലർ കോൺ. എന്താണ് റൈറ്റ് സർക്കുലർ കോൺ? ഈ ഒരു ഫിഗർ കണ്ടോ നിങ്ങൾ? റൈറ്റ് സർക്കുലർ കോൺ അല്ലേ? അതിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാൻ കാര്യമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ? എൽ, ആർ ആൻഡ് എച്ച്. ഓക്കെ, ഇതിൽ ആർ എന്താണ്? ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർ ഡിനോട്ട് ചെയ്യുന്നത് റേഡിയസിനെയാണ്. ഓക്കെ, ആർ റേഡിയസിനെ പറയുന്നു. ഇനി എന്താണ് എൽ? എൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ലാൻഡ് ഹൈറ്റ്. ഓക്കെ, എൽ എന്താണ്? സ്ലാൻഡ് ഹൈറ്റ് ആണ്. അതുപോലെ എച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈറ്റ് അല്ലേ? ഇനി എന്താണ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് റൈറ്റ് സർക്കുലർ കോൺ? പൈ ആർ എൽ. പൈ ആർ എൽ ആണ് റൈറ്റ് സർക്കുലർ കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ. ഓക്കെ, ഇനി ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറയുമ്പോൾ പൈ ആർ ഇൻറ്റു ആർ പ്ലസ് എൽ. ഓക്കെ, പൈ ആർ ഇൻറ്റു ആർ പ്ലസ് എൽ ആണ് റൈറ്റ് സർക്കുലർ കോണിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ. അതുപോലെ വോളിയം എന്ത് വരും? 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഓക്കെ, ഫൈൻ. അടുത്ത ഫിഗറിലേക്ക് പോവാം. എന്താ വരുന്നത്? സ്പിയർ അല്ലേ? സ്പിയർ എന്താണ്? ഗോളം അല്ലേ? ഗോളം. ഇതിൽ ഇങ്ങനെയല്ലേ ഫിഗർ അല്ലേ? ഇതിനെന്തൊക്കെയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ? സ്പിയറിന് മെയിനായിട്ട് നമുക്ക് അറിയേണ്ട കാര്യം ആർ എന്താണ്? റേഡിയസ് ആണ്. ഓക്കെ, കർവ്ഡ് സർഫസ് ഏരിയ എന്താ വരിക? കംപ്ലീറ്റ് ടോട്ടൽ സർഫസ് ഏരിയ ആണ്. യെസ്, കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് സ്പിയറിൽ ഇല്ല അല്ലേ? എല്ലാം കർവ്ഡ് സർഫസ് ഏരിയ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? 4 പൈ ആർ സ്ക്വയർ ആണ് അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. ഇനി വോളിയം എന്താണ്? വോളിയം എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബ് ആണ്. ഓക്കെ ആണല്ലോ? 4/3 പൈ ആർ ക്യൂബ് ആണ് നമ്മുടെ സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി ഹെമിസ്ഫിയർ, ലാസ്റ്റ് വൺ. ഹെമിസ്ഫിയറിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹെമിസ്ഫിയറിൽ എന്തായാലും എന്തുണ്ടാവും? കർവ്ഡ് സർഫസ് ഏരിയ ഉണ്ടാവും അല്ലേ? ഈ ഒരു ഭാഗം മാത്രം, അതായത് ഈ താഴത്തെ ബേസ് ഏരിയ കൂട്ടാതെ ബാക്കിയുള്ള ഏരിയ, അതാണ് ഈ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ അല്ലേ? എന്ത് വരും? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ 2 പൈ ആർ സ്ക്വയർ ആണ് എന്ത്? ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ വരുന്നത്. അതുപോലെ ടോട്ടൽ സർഫസ് ഏരിയ എന്ത് വരും? 3 പൈ ആർ സ്ക്വയർ. ഈ 2 പൈ ആർ സ്ക്വയറിൻ്റെ കൂടെ നമ്മുടെ ഈ ബേസിൽ ഈ ഏരിയയും കൂടെ ചേരുമ്പോൾ എന്ത് വരും? 3 പൈ ആർ സ്ക്വയർ. ഓക്കെ ആണോ? ഫൈൻ. ഇനി വോളിയം എന്താണ്? വോളിയം 2/3 പൈ ആർ ക്യൂബ് ആണ്. ഓക്കെ, എന്താണ്? ഹെമിസ്ഫിയറിൻ്റെ വോളിയം വരുന്നത് 2/3 പൈ ആർ ക്യൂബ് ആണ്. ഫൈൻ. ഇനി ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വയ്ക്കുക. ഇതൊക്കെയാണ് നമുക്ക് SSC GDക്ക് ചോദിച്ചു വരുന്ന ഫിഗേഴ്സ് ഉള്ളത്. അതിൻ്റെ വോളിയമും കർവ്ഡ് സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ, ഇത് മൂന്നിൻ്റെയും ഇക്വേഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രം മുന്നോട്ട് പോകാം. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യൻസ് കാണാമല്ലോ. ഓക്കെ, ഫൈൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The curved surface area of a sphere of radius 14 centimeter is. എന്താണ് ചോദ്യം? ഒരു സ്ഫിയർ ഉണ്ട്, അതിൻ്റെ റേഡിയസ് തന്നിരിക്കുന്നത് റേഡിയസ് ഇസ് ഈക്വൽ ടു 14 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ, അല്ലെങ്കിൽ എന്താണ്? 4 പൈ ആർ സ്ക്വയർ അല്ലേ? കർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ എല്ലാം സെയിം ആണ് അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചു 4 പൈ ആർ സ്ക്വയർ അല്ലേ? അപ്പോൾ എന്താണ്? 4 × 22/7 ഇൻറ്റു ആർ എന്താ തന്നിരിക്കുന്നത്? റേഡിയസ് ആണ്, 14 സെൻറ്റിമീറ്റർ ആണ്. ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 14 × 14 വരും. കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 112 × 22 അല്ലേ? അപ്പോൾ എന്ത് വരും? ഓക്കെ, 224 × 11 വരും. 4642 2464 ആണ് ആൻസർ അല്ലേ? ഫൈൻ. ഓക്കെ ആണോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കാൽക്കുലേറ്റ് ദ വോളിയം ഇൻ സെൻറ്റിമീറ്റർ ക്യൂബ് ഓഫ് ദ സിലിണ്ടർ ഹാവിംഗ് ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് ഇസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ ആൻഡ് ബേസ് റേഡിയസ് എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്റർ. എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? വോളിയം ഓഫ് ദ സിലിണ്ടർ. നമ്മൾ പഠിച്ചു സിലിണ്ടറിൻ്റെ വോളിയം എന്താണ്? വോളിയം ഓഫ് സിലിണ്ടർ എന്താണ്? ഓക്കെ, പൈ ആർ സ്ക്വയർ എച്ച് അല്ലേ? ഇതാണ് സിലിണ്ടറിൻ്റെ വോളിയം വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 22/7 ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 14 × 14 ഇൻറ്റു എച്ച് എന്താണ്? 20 ആണ് അല്ലേ? ഓക്കെ,
ഇനി എന്ത് വരും? കാൽക്കുലേഷൻ മാത്രമല്ലേ ബാക്കിയുള്ളൂ. 28 ഇൻറ്റു 2 56 അല്ലേ? 56 ഇൻറ്റു 2 56 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 112 അല്ലേ? 112 ഇൻറ്റു 11 അല്ലേ? 2 3 2 1 2 3 2 അല്ലേ? 1 2 3 2 0 ആണ് നമ്മുടെ ആൻസർ വരിക അല്ലേ? ഫൈൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. The radius of the base of a right circular cone is 7 cm and its curved surface area is 550 cm square. The volume of the cone is അല്ലേ? എന്താണ്? റേഡിയസ് ഓഫ് ദ ബേസ് ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറയുമ്പം r is equal to 7. എന്താണ്? കോണാണ് അല്ലേ? റൈറ്റ് സർക്കുലർ കോണാണ്. ആൻഡ് ഇറ്റ്സ് കർവ്ഡ് സർഫസ് ഏരിയ ഇസ് 550 സെൻറ്റിമീറ്റർ സ്ക്വയർ. കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? പൈ ആർ എൽ ആണ് എന്ത്? 550 സെൻറ്റിമീറ്റർ അല്ലേ? ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിച്ചൂടെ? എൽ കണ്ടുപിടിച്ചൂടെ അല്ലേ? എന്താണ്? ഒരു കോണുണ്ട്, അതിൻ്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ട് ഇല്ല അല്ലേ? ഹൈറ്റ് തന്നിട്ടില്ല. നമുക്ക് എല്ല് ഈ ഒരു കർവ്ഡ് സർഫസ് ഏരിയ തന്നതിൽ നിന്ന് നമുക്ക് സ്ലാൻ ഹൈറ്റ് സുഖമായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് വരും? 22/7 ഇൻറ്റു ആർ 7 ഇൻറ്റു എൽ ഇസ് ഈക്വൽ ടു 550 എന്ന് വരും അല്ലേ? ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? 250 25 അല്ലേ? എന്താണ് വരുന്നത്? സ്ലാൻ ഹൈറ്റ് എന്ത് വന്നു? നമുക്ക് 25 വന്നു. നമുക്ക് റേഡിയസ് ഓൾറെഡി തന്നിട്ടുണ്ട് 7. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? അങ്ങനെ വരുമ്പോൾ എന്ത് വരും? പെർപെൻഡിക്കുലർ ലെങ്ത് എന്ത് വരും? 25 7 എന്ത് വരും? ഇതൊരു ട്രിപ്ലറ്റ് ആണ് അല്ലേ? 7 24 25 അല്ലേ? 24 അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാണ്? 25 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ ഒരു ലെങ്ത് വരണം അല്ലേ? അതാണ് ഈ 24. ഓക്കെ, ഫൈൻ. അങ്ങനെ വരുമ്പോൾ ലെങ്ത്ത് നമുക്ക് സ്ലാൻ ഹൈറ്റ് നമുക്ക് 25 കിട്ടി. ഓക്കെ, ഇനി വോളിയം ഓഫ് ദ കോണാണ് ചോദിച്ചിരിക്കുന്നത്. വോളിയം ഓഫ് ദ കോൺ എന്താണ്? 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1/3 പൈ ആർ സ്ക്വയർ എച്ച് എന്ന് പറയുമ്പോൾ 1/3 ഇൻറ്റു 22/7 ഇൻറ്റു ആർ എന്താണ്? 7 ആണ് അല്ലേ? 7 ഇൻറ്റു 7 ഇൻറ്റു ഹെച്ച് എന്താണ്? ഹെച്ച് എന്ത് വരും? 24 വരും അല്ലേ? 24 വരും. ഫൈൻ. അങ്ങനെ വരുമ്പോൾ കട്ട് ചെയ്തു. 8 7 56 ടു 112 ഇൻറ്റു 11 എന്ന് പറയുമ്പോൾ 2 3 2 1232 സെൻറ്റിമീറ്റർ ക്യൂബ് വരും. ഓക്കെ ആണോ? ഫൈൻ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. The length, breadth and height of a cuboid are 24 cm, 18 cm and 12 cm respectively. It is melted to make smaller cubes. If the length of the side of the cube is 6 cm, then what is the number of cubes formed? അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? ലെങ്ത് ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് തന്നിട്ടുണ്ട്. ഒരു ക്യൂബോയിഡിന് ലെങ്ത്ത് 24 ആണ്, ബ്രെഡ്ത്ത് 18 ആണ്, ഹൈറ്റ് 12 ആണ്. ഓക്കെ, ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? വോളിയം ഓഫ് ദ ക്യൂബോയിഡ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ഇത് മെൽറ്റ് ചെയ്തിട്ടാണ് സ്മോളർ ക്യൂബ് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത്രയും വോളിയം ഈ ഒരു വോളിയം വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഒരു സ്മോളർ ക്യൂബ്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്ര ക്യൂബ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് ക്യൂബോയിഡിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ നമ്മുടെ കുഞ്ഞു ക്യൂബിൻ്റെ അല്ലെങ്കിൽ സ്മോൾ ക്യൂബിൻ്റെ വോളിയം അല്ലേ ഇസ് ഈക്വൽ ടു n അല്ലേ? കൃത്യമല്ലേ? അപ്പോൾ എന്ത് വരും? 24 ഇൻറ്റു 18 ഇൻറ്റു 12. ഓക്കെ, ഇനി സൈഡ് ഓഫ് ദ ക്യൂബ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ചെറിയ ക്യൂബിൻ്റെ വോളിയം എന്തായിരിക്കും? 6 ക്യൂബ് അല്ലേ? 6 ഇൻറ്റു 6 എന്ന് വരും. കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് 6 3s are 3 8 3s are 24. ഓക്കെ, 24 ആണ് നമ്മുടെ നമ്പർ ഓഫ് ക്യൂബ്സ് ഫോംഡ് അല്ലേ? ഓക്കെ, നമ്പർ ഓഫ് ക്യൂബ്സ് ഫോംഡ് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ 24 ആണ്. ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
The maximum length of a road in meter that can be kept in a cuboidal room of length 10 meter, breadth 6 meter and height 8 meter is. Okay, ഒരു ക്യൂബോയിഡൽ റൂമിൽ വെക്കാൻ പറ്റുന്ന റോഡ് അല്ലേ, എന്താണ് ഡയഗണലി വെക്കാൻ പറ്റുന്ന റോഡിൻ്റെ മാക്സിമം ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണത്? റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ഓക്കെ, ഇത് ക്യൂബോയിഡിൻ്റെ കേസിലാണ്. ക്യൂബോയിഡിൻ്റെ കേസിൽ എന്താണ് ദ ലെങ്ത് ഓഫ് റോഡ്, അതായത് ഡയഗണലി പ്ലേസ് ചെയ്യുന്ന ഒരു റോഡിൻ്റെ മാക്സിമം ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ അല്ലേ. ലെങ്ത് എന്താണ്? ലെങ്ത് ഇസ് ഈക്വൽ ടു 10, ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു 6, ഹൈറ്റ് ഇസ് ഈക്വൽ ടു 8 അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ സ്ക്വയർ 100 അല്ലേ, 100 പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 36 പ്ലസ് എച്ച് സ്ക്വയർ എന്താണ് 64 ആണ്. ഇസ് ഈക്വൽ ടു 36 64 എത്ര വരും? 100 100 100 200. റൂട്ട് ഓഫ് 200 വരും അല്ലേ. റൂട്ട് ഓഫ് 200 എന്ന് പറയുമ്പം 100 ഇൻറ്റു 2 അല്ലേ. എന്ത് വരും? 10 റൂട്ട് 2 അല്ലേ. 10 റൂട്ട് 2 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ ആണോ? ഫൈൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The curved surface area of a right circular cylinder of height 14 cm, height is equal to 14 cm is എന്താണ്? CSA. curved surface area എന്താണ്? 110 ആണ്. What is the base diameter of the cylinder? സിലിണ്ടറിൻ്റെ ബേസ് ഡയമീറ്റർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, curved surface area of right circular cylinder. എന്താണ് ഈ curved surface area of right circular cylinderൻ്റെ ഇക്വേഷൻ? എന്താണ്? 2πRH ആണ് അല്ലേ. 2πRH അല്ലേ. R എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, അത് നമുക്ക് കണ്ടുപിടിക്കണം. R ഇൻറ്റു H. H എന്ന് പറയുന്നത് എന്താണ്? 14 ആണ്. ഇസ് ഈക്വൽ 2πRH ഇസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് 110 അല്ലേ. അപ്പോൾ 22 കട്ട് ചെയ്യാൻ പറ്റും. 5 ടൈംസ് 2. ഓക്കെ, R എന്ത് വരും? 5/4 വരും. ഓക്കെ, വാട്ട് ഇസ് ദ ബേസ് ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ? ബേസ് ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R എന്ന് പറഞ്ഞാൽ റേഡിയസ് അല്ലേ, റേഡിയസ്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു റേഡിയസ് അല്ലേ. 2 ഇൻറ്റു ട്വൈസ് ഓഫ് റേഡിയസ് ആണ് എന്ത്? ഡയമീറ്റർ അല്ലേ. അപ്പോൾ എന്ത് വരും? 5/4 ഇൻറ്റു 2 അല്ലേ. എന്ത് വരും? അപ്പോൾ 2.5 അല്ലേ. എന്ത് വരും? 2.5 സെൻറ്റിമീറ്റർ വരും. ഓക്കെ ആണോ? ഫൈൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The curved surface area of a sphere is 1386 centimeter square. The volume of this sphere is. എന്താണ് ക്വസ്റ്റ്യൻ? CSA of sphere. CSA of sphere is equal to 1386 ആണ്. നമുക്കറിയാം ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ രണ്ടൊന്നാണ് സ്ഫിയറിൻ്റെ കേസിൽ. അപ്പോൾ എന്താണ് TSA അല്ലെങ്കിൽ CSA ഓഫ് സ്ഫിയർ എന്ന് പറയുന്നത്? 4πr² അല്ലേ. 4πr² ആണ് 1386-ന് ഈക്വൽ ആണെന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വരും? 4 ഇൻറ്റു പൈ ഇൻറ്റു r² ഇസ് ഈക്വൽ ടു 1386 അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഇതിപ്പോൾ 9 യെസ് 11 കൊണ്ട് പോകില്ലേ. 11 പോവും. 2 ട്വൈസ് പോകുമ്പോൾ 1 വരുമ്പം 28 2 66 6 അല്ലേ. അപ്പോൾ എന്ത് വരും? 6 3 ഫൈൻ. r² എന്ത് വരും? 63 ഇൻറ്റു 7/4 വരും. r എന്ത് വരും? എന്ത് വരും? ഇത് എങ്ങനെ എഴുതാം? നമുക്ക് എങ്ങനെ എഴുതാം? 9 ഇൻറ്റു 7 ഇൻറ്റു 7/4 എഴുതാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 7 ഇൻറ്റു 3 അല്ലേ /2 ഇതാണ് 6 അല്ലേ. 6 എന്ത് വന്നു? 21/2 വന്നു അല്ലേ. ഓക്കെ, നൗ ദ വോളിയം ഓഫ് ദ സ്ഫിയർ ഇസ്. എന്താണ് വോളിയം? വോളിയത്തിൻ്റെ ഫോമുല, സ്ഫിയറിൻ്റെ വോളിയത്തിൻ്റെ ഫോമുല എന്താണ്? 4/3 πr³ ആണ് അല്ലേ. ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 4/3 ഇൻറ്റു 22/7 ഇൻറ്റു r³ എന്ന് പറയുമ്പോൾ 21/2 എന്ന് നമുക്ക് കിട്ടി അല്ലേ.
21/2 ഇൻറ്റു 21/2 അല്ലേ. അപ്പോൾ എന്ത് വന്നു, നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തു 11, 3 കട്ട് ചെയ്തു. 21 ഇൻറ്റു 21 എന്ന് പറയുന്നത് 441 അല്ലേ. 441 ഇൻറ്റു 11 എന്ന് പറയുമ്പോൾ 1 5 8 4 8 5. യെസ്, ഓക്കെ ആണല്ലോ. ഫൈൻ. ചെറുതായിട്ട് കുറച്ച് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരുമായിരിക്കും. അല്ലെങ്കിൽ ഈ മെൻസുറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഈസിയാണ്. നമ്മുടെ ഇക്വേഷൻസ് നമുക്കറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ ഫൈൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A cylindrical tank has a capacity of 5632 meter cube. Okay, if the diameter of its base is 16 meter, find its depth. Diameter of its base എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്തായിരിക്കും? 8 ആയിരിക്കും അല്ലേ. റേഡിയസ് എന്തായിരിക്കും? ഡയമീറ്റർ ബൈ 2 എന്ന് പറയുന്നത് 16/2 8 ആണ്. സിലിണ്ടറിക്കൽ ടാങ്ക് ആണ് അല്ലേ. സിലിണ്ടറിക്കൽ ടാങ്ക് ഹാസ് എ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വോളിയം തന്നെയാണ്. സിലിണ്ടറിക്കൽ ടാങ്കിൻ്റെ വോളിയം എന്താണ്? πr² അല്ലേ. അപ്പോൾ എന്ത് വരും? 22/7 π ഇൻറ്റു r², 8 ഇൻറ്റു 8 ഇൻറ്റു h. ഓക്കെ, h അല്ലെങ്കിൽ h എന്താണ്? h തന്നെയാണ് ഡെപ്ത് എന്ന് പറയുന്നത് അല്ലേ. ഒരു സിലിണ്ടറിൻ്റെ ഈ ഒരു h തന്നെയാണ് ഡെപ്ത് എന്ന്. ഇതല്ലേ h അല്ലേ. ഹൈറ്റ് തന്നെയാണ് ഡെപ്ത് എന്നും പറയുന്നത്. ഫൈൻ. അപ്പോൾ എന്ത് വരും? എങ്ങനെ വരും? ഇസ് ഈക്വൽ ടു, നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ലേ? 5632 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 8 യെസ് 11 പോവും അല്ലേ. 11 പോവും. 11 2 5 1 3 1 22 2 യെസ് ഇൻറ്റു 8 4 h ഇസ് ഈക്വൽ ടു 28 എന്ന് വരും അല്ലേ. എന്താണ് ആൻസർ? ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് എന്ത് വരും? 28 വരും. ഫൈൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Total surface area of a hemisphere is 4138 cm². The radius of the hemisphere is അല്ലേ. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്താണ്? ടോട്ടൽ സർഫസ് ഏരിയ കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് ഈ ഒരു ഭാഗം അല്ലേ. അതല്ലേ ടോട്ടൽ സർഫസ് ഏരിയ. നമ്മൾ പഠിച്ചു എന്തായിരുന്നു? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ ഇസ് ഈക്വൽ ടു എന്താണ്? 3πr² ആണ് അല്ലേ. അങ്ങനെ വരുമ്പോൾ എന്ത് വരും? 3 ഇൻറ്റു 22/7 ഇൻറ്റു r² എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. r² ഇസ് ഈക്വൽ ടു 4158 അല്ലേ. ഇത് ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചാൽ പോരെ അല്ലേ. ഫൈൻ. യെസ് 3 പോവില്ലേ. 3 പോയി. 1 3s 9 25 എന്ന് പറയുമ്പോൾ 25 എന്ന് പറഞ്ഞാൽ 6 8s 24 18 6 1386 1386 22 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ 136 132 132 എന്ന് പറയുമ്പോൾ 66 3s യെസ്. r² എന്ന് പറയുമ്പോൾ എന്ത് വരും? 63 ഇൻറ്റു 7 വരും അല്ലേ. അപ്പോൾ 9 ഇൻറ്റു 7 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 7 ഇസ് ഈക്വൽ ടു 21. ഓക്കെ, എന്താണ് നമ്മുടെ ആൻസർ? റേഡിയസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? 21 cm. ഓക്കെ ആണല്ലോ. ഫൈൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The volume of a right circular cylinder is 180 cm3. The area of its base is 30 cm² and the height is 6 cm. Then the diameter of the cylinder is. Okay, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഉണ്ട്. അതിൻ്റെ വോളിയം തന്നിട്ടുണ്ട് 180 cm3 തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ഇറ്റ്സ് ബേസ് 30 cm² ആണ് തന്നിട്ടുണ്ട്. ഹൈറ്റ് 6 cm ആണ് തന്നിട്ടുണ്ട്. നമുക്ക് അറിയേണ്ടത് ഡയമീറ്റർ മാത്രമാണ്. ഡയമീറ്റർ മാത്രമാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഇൻഫർമേഷൻ്റെ ആവശ്യമുണ്ടോ? ഏരിയ ഓഫ് ദ ബേസ് തന്നിട്ടുണ്ട് അല്ലേ. ഏരിയ ഓഫ് ദ ബേസ് എന്ന് പറയുന്നത് എന്താണ്? സർക്കിളാണ് അല്ലേ. സർക്കിൾ അല്ലേ ഏരിയ ഓഫ് ദ ബേസ്. അപ്പോൾ നമുക്ക് πr² വെച്ച് ഇക്വേറ്റ് ചെയ്തൂടെ? ഒരു സർക്കുലർ ഏരിയ അല്ലേ താഴെ ബേസിൽ വരുന്ന, ബേസ് ആയാലും ടോപ്പ് ആയാലും അല്ലേ. അപ്പോൾ എന്ത് വരും? πr². ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് πr² അല്ലേ. അപ്പോൾ എന്ത് വരും? 22/7 ഇൻറ്റു r² അല്ലേ. r², അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. r² ഇസ് ഈക്വൽ ടു എന്ത് വന്നു? ബേസ് ഏരിയ 30 നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഇക്വേറ്റ് ചെയ്തു 30 അല്ലേ.
ഓക്കെ, നമുക്ക് ഓപ്ഷൻസിൽ നോക്കുമ്പോൾ പൈയുടെ ടേംസിലാണ് തന്നിരിക്കുന്നത്, അതായത് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. പൈ. ഓക്കെ, നമുക്ക് എന്ത് വന്നു? r² ഇസ് ഈക്വൽ ടു 30/π വന്നു. r എന്ത് വരും? √30/π വന്നു. പക്ഷെ നമ്മൾ എന്താ ചോദിച്ചിരിക്കുന്നത്? ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 2 × r ഇസ് ഈക്വൽ ടു 2 × √30/π. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? ഫൈൻ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇഫ് ദ റേഡിയസ് ഓഫ് എ സ്ഫിയർ ഇസ് 70 feet, then find its surface area. ഓക്കെ, റേഡിയസ് ഓഫ് എ സ്ഫിയർ, റേഡിയസ് ഓഫ് എ സ്ഫിയർ എന്താണ്? 70 ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ്. എന്താണ് സർഫസ് ഏരിയ വരിക? 4πr² അല്ലേ. 4πr² എന്ന് പറയുമ്പോൾ 4 × 22/7 × r², 70 × 70 വരും അല്ലേ. യെസ്, ഓക്കെ ഫൈൻ. എങ്ങനെ വരും അപ്പോൾ? 10, 4 2 8, 7 56, 56 × 11 × 10 എന്ത് വരും? 6 1 6 10 വരും അല്ലേ. 61600. യെസ്, ഓക്കെ, 61600 വരും. ഓക്കെ ആണോ? ഫൈൻ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. How many cubes of side 4 cm? How many cubes of side 4 cm can be formed by melting a solid metallic cuboid of length is equal to 12 cm, breadth is equal to 8 cm, height is equal to 8 cm. Okay. Fine. എന്താ പറഞ്ഞിരിക്കുന്നത്? How many cubes of side 4 cm can be formed? എത്ര 4 സെൻറ്റിമീറ്റർ സൈഡുള്ള ക്യൂബുകളാണ് ഈ ഒരു രീതിയിൽ ലെങ്ത് 12ഉം ബ്രെഡ്ത്ത് 8ഉം ഹൈറ്റ് 8ഉം എന്നുള്ള രീതിയിലുള്ള ക്യൂബോയിഡിൽ നിന്നും മേക്ക് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ സിമിലർ അല്ലേ ഇത്? n is equal to വോളിയം ഓഫ് ക്യൂബോയിഡ് ബൈ വോളിയം ഓഫ് സ്മോൾ ക്യൂബ് അല്ലേ. എന്ത് വരും? വോളിയം ഓഫ് ക്യൂബോയിഡ് എന്താണ് വരിക? 12 × 8 × 8 ബൈ വോളിയം ഓഫ് സ്മോൾ ക്യൂബ്. എത്ര ക്യൂബ്? എന്താണ്? 4 ആണ് അല്ലേ. 4 × 4 × 4 എന്ന് വരും അല്ലേ. 2 4 വരും അല്ലേ. ഓക്കെ, ഇനി കട്ട് ചെയ്തു ഇസ് ഈക്വൽ ടു 12 അല്ലേ. 12 സ്മോൾ ക്യൂബ്സ് ആണ്. 4 സെൻറ്റിമീറ്റർ എഡ്ജ് ലെങ്ത് ഉള്ള 12 ക്യൂബ്സ് ആണ് ഫോം ചെയ്യാൻ പറ്റുക. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇഫ് ദ റേഷ്യോ ഓഫ് ദ റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സിലിണ്ടർ ഇസ് 3:2, okay, and radius is 21 centimeter, then the curved surface area of curved surface area is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിലിണ്ടർ ആണ് അല്ലേ, സിലിണ്ടർ. ഓക്കെ, നമുക്ക് ആദ്യം ജസ്റ്റ് ആ റേഷ്യോ നോക്കാം. എന്താണ്? റേഡിയസിൻ്റെയും ഹൈറ്റിൻ്റെയും റേഷ്യോ ആണ് 3:2. നമുക്ക് റിയൽ വാല്യൂ ഓഫ് റേഡിയസ് എന്താണ് തന്നിരിക്കുന്നത്? 21 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. 21 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. 3 × 7s ആണ് 21. അങ്ങനെ വരുമ്പം 2 × 7 ചെയ്യുമ്പോൾ റിയൽ വാല്യൂ ഓഫ് ഹൈറ്റ് എന്ത് വരും? 14 സെൻറ്റിമീറ്റർ വരും അല്ലേ. ദെൻ ദ കേർവ്ഡ് സർഫസ് ഏരിയ, സിലിണ്ടറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ എന്താണ്? 2πRH ആണ് അല്ലേ. അപ്പോൾ എന്ത് വരും? 2 × π × r എന്ത് വരും? 21 × h 14. എന്ത് വരും? കട്ട് ചെയ്തു. 42 2s 84 2s 84 × 2 4 2s 8 60 168 അല്ലേ. യെസ്, 168 × 11 വരും അല്ലേ. എന്ത് വരും? 8ഉം 14ഉം 7ഉം 8ഉം 1 1 8 4 8. ഫൈൻ. ഓക്കെ ആണല്ലോ. 1848 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. A hemispherical bowl made of brass has an inner diameter of 14 cm. Find the cost of painting it from the inside at the rate of ₹15 per centimeter square. എന്താണ്? ഒരു ഹെമിസ്ഫിയറിക്കൽ ബോൾ ഉണ്ട്.
അതിൽ ഇതിൻ്റെ ഇന്ന റേഡിയസ് അല്ലെങ്കിൽ ഇന്ന ഡയമീറ്ററാണ് 14, അപ്പോൾ റേഡിയസ് എന്ത് വരും 7 വരും. അപ്പോൾ എന്ത് വരും R is equal to 7. Find the cost of painting it from the inside at the rate of 15 per centimeter square. അതായത് ഈ ഒരു ഉള്ളിലുള്ള കർവ്ഡ് സർഫസ് ഏരിയ ഇന്നർ സൈഡിൽ പെയിൻറ്റ് ചെയ്യാനായിട്ട് എത്ര വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് എന്താണ് ഉള്ളിൽ വരിക 2π, അതായത് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ മാത്രം നമ്മൾ നോക്കിയാൽ മതി അല്ലേ. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ നമുക്കറിയാം. പക്ഷേ നമ്മൾ പുറത്തല്ല നോക്കുന്നത്, ഉള്ളിലുള്ള ആ ഒരു ഹെമിസ്ഫിയറിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് മാത്രമേ ഈ ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പോൾ എന്ത് വരും 2πr² ആണ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം 2πr², 2 × 22/7 × r² × 7 × 7 × 15 per centimeter square. ഓക്കെ, ഇത്രയും ഏരിയ ഇൻറ്റു 15 നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇൻറ്റു 15 അല്ലേ, ഏരിയ ഇൻറ്റു 15 ആ പൈസയും കൂടെ നമുക്കിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, കട്ട് ചെയ്തു. ഓക്കെ, ഈ ഒരു കേസിൽ 105 വരും. 105 × 2 എന്ന് പറയുന്നത് 210 അല്ലേ. 420 × 11 വരും 264. 4620. യെസ്, 4620 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇഫ് ദ ലോങ്സ്റ്റ് ഡയഗണൽ ഓഫ് എ ക്യൂബ് ഇസ് റൂട്ട് ഓഫ് 432 സെൻറ്റിമീറ്റർ, റൂട്ട് 432 സെൻറ്റിമീറ്റർ, ദെൻ ഇറ്റ്സ് വോളിയം ഇസ്. ഓക്കെ, നമുക്ക് പഠിക്കാം. എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചു, ക്യൂബോയിഡിൻ്റെ ഇക്വേഷൻ എന്താണ്, ലോങ്ങസ്റ്റ് റോഡ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് ഡയഗണൽ കണ്ടുപിടിക്കാനായിട്ടുള്ളത് നമുക്ക് എന്ത് പറയാൻ പറ്റും, റൂട്ട് ഓഫ് L² + B² + H² അല്ലേ. അപ്പം അതേ രീതിയിൽ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ ക്യൂബിന് എത്ര സൈഡ്സ് ആണ്, ക്യൂബിന് എല്ലാ സൈഡ്സും അല്ലെങ്കിൽ എല്ലാ എഡ്ജസും ഈക്വൽ ലെങ്ത് ആണ് അല്ലേ. അപ്പോൾ L² + B² + H² എന്ന് എടുക്കാതെ 3 × A² എന്നുള്ള രീതിയിൽ എടുത്തൂടെ അല്ലേ. 3 × A² എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൂട്ട് ഓഫ് 3 × A² = എന്താണ്, റൂട്ട് 432 എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് പഠിക്കാം, റൂട്ട് 3a ആണ് നമ്മുടെ ലോങ്ങസ്റ്റ് റോഡ് ദാറ്റ് ക്യാൻ ബി ലോങ്ങസ്റ്റ് ഡയഗണൽ ഓഫ് എ ക്യൂബ് എന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഡയറക്റ്റായിട്ട് റൂട്ട് 3a എന്ന് പഠിച്ചു വയ്ക്കാം. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് കോൺസെപ്റ്റ് വെച്ച് നോക്കുന്ന സമയത്ത് 3 × A² റൂട്ട് അല്ലേ. അപ്പോൾ എന്ത് വരും, 3 × A² = 432 എന്ന് പറയുമ്പോൾ എന്താണ്, 1 4 are 12, 4 are 12. Yes, A is equal to 12 centimeter. Then its volume is എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, ക്യൂബിൻ്റെ എഡ്ജ് അതായത് A is equal to 12 എന്ന് കിട്ടുകയാണെങ്കിൽ നമ്മൾ പഠിച്ചു ക്യൂബിൻ്റെ വോളിയം എന്താണ്, A³ അല്ലേ. 12ൻ്റെ ക്യൂബ് എന്താണ് 1728 അല്ലേ. യെസ്, 1728 ആണ് 12ൻ്റെ ക്യൂബ് വരുന്നത്. ഫൈൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. The radius of a cone is 5 cm and its slant height is 16 cm. Its total surface area will be. എന്താണ് ക്വസ്റ്റ്യൻ, ഒരു കോണിൻ്റെ റേഡിയസ് ആണ് 5 cm അല്ലേ. 5 cm ആൻഡ് ഇറ്റ്സ് ലാൻഡ് ഹൈറ്റ്, ഈ ഒരു ഹൈറ്റ് എത്രയാണ്, ഈ ഒരു ഹൈറ്റ് എന്താണ് 16 ആണ്. ഓക്കെ, ഇറ്റ്സ് ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്, കോണിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ πr × r+l ആണ് അല്ലേ. ഫൈൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 22/7 × r എന്താണ് 5, r+l 16 + 5 21 അല്ലേ. കട്ട് ചെയ്തു 3, 15 × 2 30 × 11 330 അല്ലേ. 330 ആണ് നമ്മളുടെ ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. The curved surface area of a cone is 4455 cm² and its diameter is 105 cm. Okay, what is the slant height? Okay, take π is equal to 22/7 എന്ന് തന്നിട്ടുണ്ട്. curved surface area of a cone എന്താണ്, കോണിൻ്റെ curved surface area എന്താണ്, curved surface area ഈ ഒരു ഭാഗം അല്ലേ. curved surface area
കർവ് സർഫസ് ഏരിയ ഓഫ് എ കോൺ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു പൈ ആർ എൽ അല്ലേ, പൈ ആർ എൽ 22/7 ഇൻറ്റു ആർ. ഡയമീറ്റർ ആണ് 105 അല്ലേ, അപ്പോൾ നമുക്ക് എന്ത് പറയാം 105/2 പൈ ആർ ഇൻറ്റു എൽ. ഓക്കെ, നമ്മുടെ എൽ അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം അല്ലേ, കർവ് സർഫസ് ഏരിയ തന്നിട്ടുണ്ട് 4455 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് 11 വെച്ച് കട്ട് ചെയ്തോടെ. യെസ്, 11 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2405 വരും അല്ലേ, 405 വരും. ഓക്കെ, ഇതിൽ 15 വെച്ച് കട്ട് ചെയ്യാം, 7 വെച്ച് കട്ട് ചെയ്യാം. 15 എന്ന് പറയുമ്പോൾ ഓക്കെ 15 എന്ന് പറയുമ്പം 2s are 30, 105 എന്ന് പറയുമ്പോൾ 15 7s are 105. യെസ്, is equal to 27 സെൻറ്റിമീറ്റർ. ഫൈൻ, ഓക്കെ ആണോ? 27 സെൻറ്റിമീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. A cone of radius 9 cm and height 15 cm is melted and made into a cylinder of height 45 cm. The diameter of the cylinder is. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു കോൺ റേഡിയസ് 9 സെൻറ്റിമീറ്ററും ഹൈറ്റ് 15 സെൻറ്റിമീറ്ററും ഉള്ള ഒരു കോൺ അത് മെൽറ്റ് ചെയ്തിട്ട് ഒരു സിലിണ്ടർ ആക്കി മാറ്റി. ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ എത്രയാണ്? 45 സെൻറ്റിമീറ്റർ. ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ ഇസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മെൽറ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ രണ്ടിൻ്റെയും വോളിയം ഈക്വൽ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. മെൽറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സിലിണ്ടർ ഉണ്ടാക്കുന്നത്. ആ സമയത്ത് എന്തായിരിക്കും? സിലിണ്ടറിൻ്റെയും കോണിൻ്റെയും വോളിയം ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്ത് വരും? കോണിൻ്റെ വോളിയം എന്താണ്? 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ആർ എന്താണ്? 9 ആണ്. ആർ സ്ക്വയർ ഇൻറ്റു എച്ച് എന്താണ്? 15 ആണ്. ഇസ് ഈക്വൽ ടു സിലിണ്ടറിൻ്റെ വോളിയം എന്താണ്? പൈ ആർ സ്ക്വയർ എച്ച് ആണ് അല്ലേ. പൈ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. ഹൈറ്റ് സിലിണ്ടർ ഓഫ് ഹൈറ്റ് 45 സെൻറ്റിമീറ്റർ. ആർ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് 45 ആണെന്ന് നമുക്ക് അറിയാം. നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ. കട്ട് ചെയ്തു 3 15 3s ഇതും കട്ട് ചെയ്തു അല്ലേ. അപ്പം ആർ എന്ത് വന്നു? √9 എന്ന് വന്നു. ഓക്കെ ആണോ? ഫൈൻ. ഡയമീറ്റർ ആണല്ലേ ചോദിച്ചിരിക്കുന്നത്. യെസ്, റേഡിയസ് ആണ് നമുക്ക് തന്ന് കിട്ടിയത്. നമുക്ക് എന്നോട് ചോദിച്ചിരുന്നത് എന്താണ്? ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു? 6 സെൻറ്റിമീറ്റർ. ഓക്കെ, 6 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഡയമീറ്റർ വരുന്നത്. ഓക്കെ, ഫൈൻ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റിനോട് കൂടി നമ്മുടെ മെൻസുറേഷൻ എന്നുള്ളൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും GDയിൽ SSC ഈ ഒരു മെൻസുറേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഇക്വേഷൻസ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. അടുത്തൊരു QA സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.